സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഗോപേട്ട ഗോപേട്ട എന്ന് വിളിച്ച് നിങ്ങളുടെ പിറകിൽ നിന്ന് മാറാതെ നിങ്ങളുടെ കൂടെ നടന്നിരുന്ന ഇന്ത്യ നിങ്ങളാണ് സർവസ്വമെന്ന് കരുതി നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിച്ച ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി പൂർവ്വ ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ തകർന്നു പോയതേ അവളുടെ മാനസിക നിലയാ. അവളുടെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞ് അതാണോ പെണ്ണാണോ എന്ന് പോലും നിങ്ങൾക്കറിയില്ല. പാവം അമ്മുക്കുട്ടി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കണ്ടുമുട്ടൽ ഗോപൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ലല്ലേ? അതെ, പ്രതീക്ഷിക്കാത്ത പലതുമല്ലേ ഇപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ വെച്ച് ഹരിയെ കണ്ടതും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. എനിക്ക് പക്ഷേ പ്രതീക്ഷയുണ്ടായിരുന്നു ഗോപനെ എന്തെങ്കിലും ഒരിക്കൽ കാണാനാവുമെന്ന്. നമ്മൾ പിന്നെ പഴയ സുഹൃത്തുക്കളാണെന്ന് വയ്ക്കാം. ഒട്ടും പരിചയമില്ലാത്തൊരു സ്ത്രീയെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കാണേണ്ടി വന്നു.
അവരാരാണെന്ന് ഞാൻ ചോദിച്ചുമില്ല, അവരോട്ട് പറഞ്ഞതുമില്ല. പക്ഷേ അവർക്കൊന്ന് വ്യക്തമായിട്ട് അറിയാം, എൻ്റെ ഇന്ദുവിൻ്റെയും പൂർവ്വകാല ജീവിതം. അവരാരാണെന്ന് ഗോപന് മനസ്സിലായോ? ഇന്ദുവിൻ്റെ അമ്മാവൻ്റെ മകളാ കൃഷ്ണവേണി. അവളുടെ അച്ഛനെയും കൊണ്ട് കാർഡിയോളജിസ്റ്റിനെ കാണാൻ വേണ്ടി അന്ന് ഹോസ്പിറ്റലിൽ എത്തിയതാ. അതിനുശേഷം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല. മാനസിക നില തെറ്റിയിട്ടും എന്നെ മാത്രം കാത്തിരിക്കുന്ന എൻ്റെ ഇന്ദു, ഞാൻ ഇതുവരെ കാണാത്ത എൻ്റെ മകൾ അമ്മു, എല്ലാ സംഗതികളും അവരെന്നോട് പറഞ്ഞു. സ്വന്തം ഭാര്യ മകളെ ഓർക്കാൻ ഗോപനപ്പോ വേണിയുടെ സഹായം വേണ്ടി വന്നു അല്ലേ? ഹരിയനെ കുറ്റപ്പെടുത്തല്ലേ? ആയിക്കോളൂ, കേൾക്കാൻ വിധിക്കപ്പെട്ടാണ് ഞാൻ. അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ഇന്ദുവിനോട് ആ കുടുംബത്തോടും ചെയ്തത്. കുറ്റപ്പെടുത്താനും തെറ്റും ശരിയും കണക്കെടുക്കാനും അല്ല ഞാൻ വന്നത്. അല്ല, ഗോപനെന്തോ അസുഖമാണെന്ന് വേണി പറഞ്ഞു. അതെ, ദൈവം നൽകിയ ശിക്ഷ. അതിന് അജ്ഞാത രോഗമെന്നൊരു ഓമന പേരും. ഇപ്പൊ ഒരു ഓപ്പൺ ടിക്കറ്റും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുക, മറ്റൊരു ലോകത്തേക്ക് യാത്രയാവാൻ വേണ്ടി. അതൊന്നും നിശ്ചയിക്കേണ്ടത് നമ്മളല്ല ഗോപൻ. എല്ലാം മുകളിലൊരാളുണ്ടല്ലോ, അവൻ തീരുമാനിക്കുന്ന പോലെ നടക്കൂ. ഇപ്പം ഞാൻ വന്നത് ഗോപനെ തിരികെ കൊണ്ടുപോകാനാ, നഷ്ടപ്പെട്ടു പോയ ഇന്ദുവിൻ്റെ ജീവിതത്തിലേക്ക്. വേണ്ട, ഇപ്പോഴതൊന്നും സ്വപ്നം കാണാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. ആ മോഹങ്ങളൊക്കെ എന്നോ മണ്ണടഞ്ഞു. എല്ലാം വെറുതെ തോന്നുക ഗോപന്. ഇപ്പോഴും ഗോപനെ കാത്തിരിക്കാൻ ഗോപന്റെ ഇന്ദുണ്ട്, ഗോപന്റെ അമ്മ ഉണ്ട്. കഴിഞ്ഞതെല്ലാം മറന്ന് നിറഞ്ഞ മനസ്സോടെ മരുമകനെ സ്വീകരിക്കാൻ ഒരു പാവ അമ്മയുണ്ട് അവിടെ. നിങ്ങൾക്കൊക്കെ വേണ്ടി ഏറ്റവും അധികം കണ്ണീര് കുടിച്ചൊരമ്മ. ഗോപൻ തിരിച്ചു വരണം ഇന്ദുവിന്റെ ജീവിതത്തിലേക്ക്. എല്ലാം മറന്ന് മറ്റേതോ ലോകത്തിൽ കഴിയുന്ന ഇന്ദുവിനെ പുതിയൊരു ജീവിതത്തിലേക്ക് ഗോപൻ തിരികെ കൊണ്ടുവരണം. ഞാനോ? എനിക്കിനി അതിന് കഴിയുമോ ഹരി? നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന ഞാൻ ഇനി എൻ്റെ ഇന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക ഇല്ല ഹരി. ഇനി അതൊരിക്കലും സാധിക്കും തോന്നുന്നില്ല. സാധിക്കും, ഗോപന് മനസ്സുണ്ടെങ്കിൽ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ. ഇന്ദുവിനെ അമ്മുക്കുട്ടിയെ സ്വീകരിക്കാൻ ഗോപൻ തയ്യാറായാൽ, ഇപ്പോൾ പേരറിയാത്തൊരു രോഗമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ രോഗം സമ്മാനിച്ച ദൈവം തന്നെ മനസ്സ് മാറി ഗോപന് പുതിയൊരു ജീവിതം ചിലപ്പോൾ തന്നുവിടുന്നില്ല. എന്തുകൊണ്ട് ഗോപൻ ആ വഴിക്കൊന്ന് ചിന്തിച്ചുകൂടാ? ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചൂടെ? വിശ്വാസമാണ് ഗോപൻ നമ്മളെല്ലാം നയിക്കുന്നത്. പഴയതൊന്നും ചെയ്ഞ്ഞെടുക്കാനോ ഗോപന്റെ മനസ്സ് വിഷമിപ്പിക്കാനോ അല്ല ചോദിക്കുന്നത്. എന്തായിരുന്നു ഗോപന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഗോപൻ അന്ന് പോയതിനു ശേഷം ഞാനും ഇന്ദുവിൻ്റെ അമ്മയും കൂടി അപർണയുടെ വീട്ടിലെത്തി. അപർണയുടെ അച്ഛന് ഗോപനെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. സ്വന്തം മകളെ ആ മനുഷ്യൻ ഒരുപാട് പഴിക്കുകയും ചെയ്തു. ജന്മം കൊടുത്ത അച്ഛനെ പോലും തള്ളി പറഞ്ഞിരുന്ന അവൾക്ക് പിന്നെ ഞാനാരാ? എന്ത് ഭർത്താവ്, എന്ത് ദാമ്പത്യം, അതിൻ്റെ പൗത്രത എന്താണെന്ന് പോലും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആയിരിക്കറിയോ, അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് അവൾ എന്നെ. ഞാൻ അവൾക്ക് വെറൊരു കളിപ്പാട്ടം മാത്രമായിരുന്നു. തോന്നുമ്പോഴൊക്കെ വലിച്ചെറിയാനുള്ളൊരു കളിപ്പാട്ടം. നോ നോ നോ, എനിക്ക് കേൾക്കണ്ട. എന്താ മിഥുനിത്? ഇനി നീ ഒരു എക്സ്ക്യൂസും പറയണ്ട. ഇന്നലെ വൈകിട്ട് ലിഡോയിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ? ഞാൻ എന്റെ ക്ലബ് മീറ്റിംഗ് പോലും അവോയ്ഡ് ചെയ്തിട്ടാ ലിഡോയിൽ നിന്നെ വെയിറ്റ് ചെയ്തത്. എന്നിട്ട് നീ എന്ത് പണിയാ കാണിച്ചത്? പറ്റിക്കുന്നതിനുണ്ടോ ഒരതിര്? എന്തോ ദേ, ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് കേൾക്കണ്ട അയാളെ പറ്റി. ഒരു ഗോപൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ അയാൾ വെറും വേസ്റ്റാ.
ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ? മോശം. ഒന്ന് നിന്നേ. കൊള്ളാം. ഒരു ഭാര്യ അവളുടെ ജാരനോട് സ്വന്തം ഭർത്താവിനെ പറ്റി പറഞ്ഞ വിശേഷണങ്ങൾ അസലായിട്ടുണ്ട്. നിങ്ങൾ അതിന് ഭർത്താവല്ലോ, ഭർത്താവ് ഉദ്യോഗസ്ഥനല്ലേ? അതെടി, എനിക്കത് കിട്ടണം. എല്ലാം കഴിഞ്ഞ ഒടുവിൽ എന്നെ വെറും ഭർത്താവ് ഉദ്യോഗസ്ഥനാക്കിയില്ലേ നീ? മുറപ്പെണ്ണാണെന്ന് പറഞ്ഞ് നിന്നെ വിവാഹം ചെയ്ത ഞാനാ വിട്ടി. നീ കാണിച്ച സ്നേഹം ആത്മാർത്ഥമാണെന്ന് വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ തെറ്റ്. അതിനുള്ള കൂലിയല്ലേ നീ ഇപ്പൊ എനിക്ക് തന്നോണ്ടിരിക്കുന്നു. ആര് പറഞ്ഞു മുറപ്പെണ്ണാണെന്ന് പറഞ്ഞ് വാലാട്ടി പുറകെ നടക്കാൻ? ഭർത്താവ് ഉദ്യോഗസ്ഥനാക്കിയതേ ഞാനല്ല, നിങ്ങൾ സ്വയം ആയതാ. എന്നിട്ടിപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നു. വേണ്ട, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പറയടി, എന്തിനാ നിർത്തിയത്? നീ പറ, മതിയാവോളം പറ. ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ ശരിയാണെന്ന് ന്യായീകരിക്കാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ. വല്ലാത്തൊരു ജന്മമായി പോയി. ഏത് നേരത്താണ് ഈശ്വര എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? അതിനാര് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കഴിയാൻ? പൊയ്ക്കൂടെ അവനവന്റെ പാട് നോക്കി. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഹരി പറ, എങ്ങനെയാ പിന്നെ അവളോട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാ? അത്രയ്ക്ക് നിഷേധി അഹങ്കാരിയാ അവള്. അപർണയുടെ അച്ഛൻ പറഞ്ഞപ്പോഴും ഇത്രയ്ക്കൊന്നും കരുതിയിരുന്നില്ല ഞാൻ. ഇത് വളരെ ക്രൂരമായി പോയല്ലോ ഗോവൻ. ഹരിക്ക് അറിഞ്ഞൂടാ അവളെ. ഇതൊന്നുമല്ല, ഇതിലപ്പുറം അവൾ എന്നോട് പെരുമാറിയിട്ടുണ്ട്. ഒരു വളർത്തുനായോട് കാണിക്കുന്ന ആ ഒരു ദയ പോലും അവൾ എന്നോട് കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞ വല്ലാത്തൊരു ഊരാ കൊടുക്കലാണ് ഞാൻ പെട്ടുപോയത്. അവളെക്കാൾ വൃത്തികെട്ടവനായിരുന്നു അവളുടെ ആങ്ങള. അവന്റെ രൂപം പോലെ തന്നെയാ വെറുപ്പും അറപ്പും ഉളവാക്കുന്ന അവന്റെ മനസ്സും. ചവിട്ടി തേക്കിയായിരുന്നു അവർ രണ്ടുപേരും കൂടി എന്നെ. ഓർക്കുമ്പോ പോലും എനിക്ക് പേടിയാതല്ല. തിന്നു സുഖിക്കവൻ. നിനക്കൊക്കെ 3 നേരവും തിന്നാനും കുടിക്കാനും തരാന്ന് ഇവിടെ ആരും കരാറെടുത്തിട്ടൊന്നുമില്ല. തോന്നിയ പോലെ നടന്ന് ഉള്ള ജോലിയും കളഞ്ഞു കുളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി കഴിയാൻ ഇതെന്താടാ വഴിയമ്പലം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, കേൾക്കുന്നതിന് ചെലവൊന്നുമില്ലല്ലോ. എന്നെ എന്തായാലും നിനക്ക് വേണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ കടിച്ചു തൂങ്ങി കഴിയുന്നതിൽ അർത്ഥമില്ല. നിന്റെയൊക്കെ ആട്ടും തുപ്പ് സഹിച്ച് ഇവിടെ കഴിയുന്നതിലും ഭേദം ഏതെങ്കിലും വഴിയമ്പല. സന്തോഷം. വഴിച്ചെലവിന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ, അതും തരാം. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ ബുദ്ധി തോന്നിയല്ലോ. ഈ ബുദ്ധി നേരത്തെ തോന്നായിട്ടല്ല, പക്ഷേ നിന്റെ ആ കഴുത്ത് കെട്ടി താലിയുണ്ടല്ലോ, അതിന്റെ മഹത്വം ഓർത്തിട്ടാ. ഏതായാലും ഇനി എനിക്കതിന് വയ്യ. നിന്നോടൊപ്പം ഇനി കഴിഞ്ഞാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിരിയാം, അതാ നമുക്ക് നല്ലത്. എന്താ നീ ഇപ്പൊ പറഞ്ഞത്? എന്റെ പെങ്ങളോടൊപ്പമുള്ള പൊറുതി മടുത്തെന്നോ? എന്റെ പെങ്ങളെ ചുളുവിനങ്ങ് ഒഴിവാക്കാവുന്നോ? അവളുടെ ജീവിതം തകർത്തിട്ട് അങ്ങനെ നീ അങ്ങോട്ട് സൂഹിക്കണ്ട. വിടി ചേട്ടാ, എവിടെങ്കിലും പോയി തൊലയട്ടെ. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം ഈ മനുഷ്യനെ? നീ ഒന്നും മിണ്ടായിരി. ഇവൻ ഇവിടെ കിടക്കട്ടെ. ചത്തുപുഴുത്ത് നാറുമ്പോ അന്നേരം ആലോചിക്കാൻ എന്താ വേണ്ടതെന്ന്. ഇപ്പൊ ഇവനെ ഇവിടെ നിന്ന് പുറത്തു വിട്ടാ അത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കലാവും. ഒന്നുമില്ലെങ്കിലും നിന്നെ താലിയെട്ടി പോയില്ലേ, ചുമ്മാ ഒരു കാവലിനെങ്കിലും കിടക്കട്ടെ ഇവിടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശശാങ്കം പറയണതനുസരിച്ച് ഇവിടെ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് കെട്ടിത്തൂക്കും ഞാൻ. അറിയില്ല നിനക്കെന്നെ. അന്ന് ഞാൻ ആ വീട് വിട്ടിറങ്ങി.
ഒരുതരം രക്ഷപ്പെടൽ. അങ്ങനെയാ നിങ്ങളുടെ നാട്ടിൽ ഞാൻ എത്തിപ്പെടുന്നതും അവിടെ വെച്ച് അരിയെ പരിചയപ്പെടുന്നതും പിന്നെ ഇന്ദുവിൻ്റെ കുടുംബമായിട്ട് എടുക്കുന്നതും ഇന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതൊക്കെ. എത്രയധികം സന്തോഷമായിരുന്നു ഞങ്ങളുടെ ആ ജീവിതം. പക്ഷേ ആ സന്തോഷത്തിന് അന്ത്യം കുറിച്ചത് അവനായിരുന്നു, ശശാങ്കൻ. അന്ന് ഇന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് അവനെന്നെ പിടിച്ചിറക്കി കൊണ്ടുപോയതോടെ എൻ്റെ അവിടുത്തെ ജീവിതം അവസാനിച്ചു. പിന്നെ ഞാൻ ആ വീട്ടിൽ ഒരു തടവുകാരനെ പോലെയായിരുന്നു. എൻ്റെ അവസ്ഥ കണ്ട് മനംനൊന്ത് അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ അമ്മാവനായിരുന്നു. വല്ലാത്തൊരു തടങ്കലിലായി പോയില്ലേ നിന്റെ ജീവിതം? എനിക്ക് പോലും കണ്ടിട്ട് സഹിക്കാനാവുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാടാ നീ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? അറിയില്ല മാവ. ഓരോ നിമിഷവും എങ്ങനെ ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത് എനിക്കറിഞ്ഞൂടാ. എന്നെ എത്രയും ക്രൂശിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ അവളോട് ചെയ്ത്? സ്വന്തം അച്ഛനെ പോലും തള്ളിപ്പറയാൻ മടിക്കാത്ത അവൾക്ക് പിന്നെന്ത് ഭർത്താവ്? ഈ കണക്കിന് നിന്നെ ഇനി അവർ കൊല്ലാൻ പോലും മടിക്കില്ല. പൊയ്ക്കോ എന്റെ മോൻ, എവിടെയെങ്കിലും പൊയ്ക്കോ. വയ്യ, എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ കാണാൻ വയ്യ. എന്റെ മക്കള് ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പി ചോദിക്കുക. എന്താ അമ്മാവ ഇത്? അമ്മാവന്റെ മനസ്സെനിക്ക് അറിഞ്ഞൂടെ? എന്നോട് കാണിക്കുന്ന ഈ ഒരു ദയവ്, അത് മതി എനിക്ക്. പോയേക്കാം, ഇവിടെ വിട്ട് ഞാൻ പോയേക്കാം. മോനെ, അതാ നിനക്ക് നല്ലത്. എത്രയും വേഗം, കഴിയുന്നതും ഈ രാത്രി തന്നെ എന്റെ മോൻ ഇവിടുന്ന് പോണം. നിറഞ്ഞ മനസ്സോടെയാ അമ്മാവൻ നിന്നെ യാത്രയാക്കുന്നത്. ഈ ദുരിതത്തിൽ നിന്ന് നീയെങ്കിലും പോയി രക്ഷപ്പെട. ചെല്ല്. നന്നായി വരും. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അന്നായിരുന്നു എൻ്റെ അവസാനത്തെ ഇറങ്ങിപ്പോരല്. പിന്നെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അപർണയെ കണ്ടിട്ടില്ല. കാണുകയും വേണ്ട എനിക്ക്. ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചിട്ടാ എൻ്റെ ഈ ഒളിച്ചോട്ടം. ഇനിയിപ്പോ അതൊരടഞ്ഞ അധ്യായമാണെന്ന് കരുതി എല്ലാം അങ്ങ് മറന്നേക്കാം. ഗോപൻ വരണം, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. എന്തായാലും അപർണയല്ലല്ലോ ഇന്ദു. അവൾ ഗോപനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഇന്ദുവിനും മോൾക്കും വേണ്ടിയായിരിക്കണം ഇനിയുള്ള ഗോപന്റെ ജീവിതം. ഇപ്പം ഞാൻ മടങ്ങുന്നത് ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ഞാൻ ചെല്ലുന്നത് നോക്കി കാത്തിരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ അമ്മു, അവളുടെ അച്ഛനെക്കുറിച്ച് അറിയാൻ വേണ്ടി. എല്ലാം എനിക്ക് പറയണം, ഗോപന്റെ ഇന്ദുവിനോടും അമ്മക്കുട്ടിയോടും. എന്നിട്ട് വീണ്ടും വരും ഞാൻ. പോട്ടെ.
എന്താ നന്ദനക്കുട്ടി പേടിച്ചു പോയോ? ഇടയ്ക്കൊന്നും ഞെട്ടിച്ചില്ലെങ്കിലേ അത് ശരിയാവില്ല. അത് ഈ ഗൗരി ശങ്കറിന്റെ ഒരു സ്റ്റൈലാ. വാ കേറ്. വേണ്ട, എന്നും ഗൗരി ഉണ്ടായിട്ടല്ലല്ലോ പോവാറ്. ഞാൻ നടന്നോളാം. ഹാ, അങ്ങനെ അങ്ങോട്ട് പിണങ്ങിയാലോ? മനുഷ്യനെ ഇങ്ങനെ കളിപ്പിക്കരുത്. എത്ര നേരാന്ന് ഞാൻ കാത്തു നിന്നത്. ഒടുക്കന്റെ ബസ്സും പോയി. ഹ, അതിനെന്താ, ബസ് അവിടെ എത്തും മുമ്പ് നന്ദിനെ ഞാൻ അവിടെ എത്തിക്കും. വേണ്ട, എനിക്കറിയാം നടക്കാൻ. ആ, അങ്ങനെ അങ്ങോട്ട് പിണങ്ങിയാലോ നന്ദിനിക്കുട്ടി? ദേ, ഇനി ഇവിടുന്ന് ഒരൊറ്റ പറപ്പിക്കില്ല, നേരെ തന്റെ വീട്ടിലോട്ട്. അയ്യോ വേണ്ട വേണ്ട. ആ, എന്നാ പിന്നെ കേമാവും. എന്നെ കവലയിലൂടെ ഇറക്കിയാ മതി. ഓ കേറ്.